വെൽക്കം ബാക്ക് ടു എൻചാന്റഡ് ലേണിംഗ്. ഇറ്റ്സ് മീ ബനാസത്ത് ഖാലിദ്. നമ്മൾ ഡേ 1ഉം ഡേ 2ഉം കംപ്ലീറ്റ് ചെയ്തു. ഇനി ഡേ 2ല് നമ്മൾ മൗലിക അവകാശങ്ങളാണ് മനസ്സിലാക്കിയത്. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് പോർഷൻസും കൂടി ഒന്ന് കവർ ചെയ്യാനുണ്ട്. അത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. ഇനി നമ്മൾ പുതിയതായിട്ട് എടുക്കാൻ പോകുന്ന ടോപ്പിക് മൗലിക കടമകളാണ്. അപ്പൊ അതിന് മുമ്പ് മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട കുറച്ച് ടോപ്പിക്സും കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കി പോവാം. നമുക്ക് ക്ലാസ്സിലേക്ക് മൂവ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൗലിക അവകാശങ്ങളെ കുറിച്ചാണ് മനസ്സിലാക്കിയത് അല്ലെ. അപ്പൊ മൗലിക അവകാശങ്ങൾ കുറിച്ച് മനസ്സിലാക്കി. അതിൽ 6 മൗലികാവകാശങ്ങളാണ് തൽക്കാലം ഭരണഘടനയിൽ നിലവിലുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കി. അത് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കിയ കാര്യം മൗലികാവകാശങ്ങളിൽ 32ാമത്തെ മൗലികാവകാശം എന്താണ് പറയുന്നത്? ഭരണഘടനാപരമായ പ്രതിനിധിക്കുള്ള അവകാശം എന്നാണ് 32ാമത്തെ ആർട്ടിക്കിളിൽ മൗലികാവകാശത്തിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെ. മൗലികാവകാശത്തിന് ആർട്ടിക്കിൾ 32 ഘടനാപരമായ പ്രതിനിധിക്കുള്ള അവകാശം എന്നാണ് സൂചിപ്പിക്കുന്നത്. അവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കിയത്? അതായത് മൗലിക അവകാശങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കോടതികൾക്ക് എന്ത് പുറപ്പെടുവിക്കാം? രേഖാമൂലമുള്ള ഉത്തരവുകൾ പുറപ്പെടുവിക്കാം. ഈ ഉത്തരവുകളെ റിട്ടുകൾ എന്നറിയപ്പെടുന്നു നമ്മൾ മനസ്സിലാക്കി അല്ലെ. അപ്പൊ ഹൈക്കോടതിക്കാകട്ടെ സുപ്രീം കോടതിക്കാകട്ടെ മൗലിക ആവശ്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് റിട്ടുകൾ പുറപ്പെടുവിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ അല്ലെങ്കിൽ അനുച്ഛേദം 32 പ്രകാരമാണ് സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. എന്നാൽ ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ അല്ലെങ്കിൽ അനുച്ഛേദം 226 പ്രകാരമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി. അപ്പൊ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് റിട്ടുകൾ എന്താണെന്നാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു മൗലികാവകാശങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കോടതികൾ പുറപ്പെടുവിക്കുന്ന എഴുതി തയ്യാറാക്കപ്പെട്ട അല്ലെങ്കിൽ രേഖാമൂലമുള്ള ഉത്തരവിനെയാണ് എന്ത് പറയുന്നത്? റിട്ട് എന്ന് പറയുന്നത്. അപ്പൊ റിട്ട് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കടം കൊണ്ടവയാണ്. അപ്പൊ ഇന്ത്യൻ റിട്ട് എന്ന ആശയം എവിടെ നിന്നാണ് കടം കൊണ്ടത്? ബ്രിട്ടനിൽ നിന്നാണ് റിട്ട് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത്. എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. റിട്ട് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന അല്ലെ. റിട്ട് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. ഇനി റിട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കി അല്ലെ. അപ്പൊ റിട്ടുകൾ പ്രധാനമായും 5 റിട്ടുകളാണുള്ളത് മനസ്സിലാക്കുക. ഇനി നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കാറുണ്ട്. ഈ ഏത് ഹൈക്കോടതി സുപ്രീം കോടതിക്കാണോ ഹൈക്കോടതിക്കാണോ റിട്ട് പരിധിക്കുള്ള അധികാരം അല്ലെങ്കിൽ റിട്ട് പുറപ്പെടുവിക്കുന്ന അധികാരം കൂടുതലുള്ളത് അല്ലെങ്കിൽ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാര പരിധി കൂടുതലുള്ളത് സുപ്രീം കോടതിക്കാണോ ഹൈക്കോടതിക്കാണോ? ഹൈക്കോടതിക്കാണ് അല്ലെ. അതായത് ഹൈക്കോടതിയിൽ റിട്ട് ഉത്തരവുകൾ അല്ലെങ്കിൽ മൗലികാവകാശങ്ങളുടെ സംരക്ഷണം വേണ്ടി ഉത്തരവ് പുറപ്പെടുവിക്കുന്ന കേസുകളും അതോടൊപ്പം തന്നെ പല തരത്തിലുള്ള കേസുകളും ഹൈക്കോടതിയിൽ വരാറുണ്ട് അല്ലെ. അപ്പൊ റിട്ടുകൾ പുറപ്പെടുവിക്കുന്ന ഏറ്റവും വിശാലമായ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളത് എവിടെയാണെന്ന് വെച്ചാൽ അത് ഹൈക്കോടതിക്കാണ്. നിങ്ങൾ മനസ്സിലാക്കണം. കാരണം മൗലിക ആവശ്യങ്ങൾ മാത്രമല്ല മറ്റു പല കാര്യങ്ങൾക്കും നമുക്ക് ഹൈക്കോടതിയെ സമീപിക്കാവുന്നതാണ്. അപ്പൊ റിട്ടുകൾ പുറപ്പെടുവിക്കുന്ന വിശാലമായ റിട്ട് പുറപ്പെടുവിക്കാനുള്ള ഏറ്റവും വിശാലമായ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്കാണെന്ന് വെച്ചാൽ ഹൈക്കോടതിക്കാണ്. ഏറ്റവും വിശാലമായ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഹൈക്കോടതിക്കാണ് നിലവിലുള്ളത്. ഇനി നമ്മൾ പറഞ്ഞത് എന്താണ്? റിട്ടിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ റിട്ട് എന്ന ആശയം കടംകൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിലാണ് പറഞ്ഞു. ഇനി ഏറ്റവും വിശാലമായ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഹൈക്കോടതിക്കാണെന്ന് പറഞ്ഞു. ഇനി റിട്ടുകൾ പ്രധാനമായി 5 തരമുണ്ടെന്ന് പറഞ്ഞു. റിട്ടുകൾ പ്രധാനമായി 5 തരം. ഈ 5 റിട്ടുകളുടെ പേരുകൾ ലാറ്റിൻ പദങ്ങളാണ്. എന്താണ് ഈ 5 റിട്ടുകളുടെ പേരുകൾ എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഓരോ റിട്ടുകളായിട്ട് മനസ്സിലാക്കാം. ആദ്യം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന റിട്ട് എന്ന് പറയുന്നത് ഹേബിയസ് കോർപ്പസ് ആണ്. എന്താണ് ഹേബിയസ് കോർപ്പസ്? ഹേബിയസ് കോർപ്പസ്. എന്താണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്? നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നാണ് ഹേബിയസ് കോർപ്പസ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ലാറ്റിൻ പദം കൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം. അതായത് അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ അല്ലെങ്കിൽ അന്യായമായി തടവിലിരിക്കുന്ന ഒരു വ്യക്തിയെ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കാൻ പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് ഹേബിയസ് കോർപ്പസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഹേബിയസ് കോർപ്പസ് എന്ന റിട്ട് എന്തിനാണ് ഉപയോഗപ്പെടുത്തുന്നത്? അന്യായമായി അല്ലെങ്കിൽ തടങ്കലിൽ വെച്ചിരിക്കുന്ന വ്യക്തിയെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിന്റെ തടങ്കലിൽ എങ്ങനെയൊക്കെ തടങ്കലിൽ വെക്കാം അല്ലെ. അപ്പൊ ഒളിപ്പിച്ചു കൊണ്ടുവയ്ക്കാം അല്ലെ. അങ്ങനെ പല രീതിയിൽ തടങ്കലിൽ വെച്ചിരിക്കുന്ന വ്യക്തിയെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കാൻ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഏത്? ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. ഈ റിട്ടിന് നമ്മൾ എന്ത് പറയുന്നു? വ്യക്തി സ്വാതന്ത്ര്യ സംരക്ഷണം എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണെന്ന് വെച്ചാൽ അത് ഹേബിയസ് കോർപ്പസ് ആണ്. വ്യക്തി സ്വാതന്ത്ര്യ സംരക്ഷണം എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണ്? ഹേബിയസ് കോർപ്പസ്. വ്യക്തി സ്വാതന്ത്ര്യ സംരക്ഷണം എന്നറിയപ്പെടുന്നത് ഹേബിയസ് കോർപ്പസ് റിട്ട് ആണ്. ഇനി നമ്മൾ പറഞ്ഞു
അതെ. ഇനി നമ്മൾ പറഞ്ഞ എന്താണ് നെക്സ്റ്റ് രണ്ടാമത്തെ റിട്ട് ഏതാണ്? അപ്പൊ ഹേബിയസ് കോർപ്പസ് എന്താണെന്ന് മനസ്സിലായല്ലോ. രണ്ടാമത്തെ റിട്ടാണ് മാൻഡമസ്. എന്താണ്? മാൻഡമസ്. മാൻഡമസ് ആണ് രണ്ടാമത്തെ റിട്ട്. മാൻഡമസ് റിട്ട് എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? ആ ലാറ്റിൻ പദത്തിന്റെ അർത്ഥം നാം കൽപ്പിക്കുന്നു എന്നാണ്. മാൻഡമസ് എന്ന റിട്ടിന്റെ അർത്ഥം എന്താണ്? നാം കൽപ്പിക്കുന്നു. മാൻഡമസ് എന്ന റിട്ടിന്റെ അർത്ഥം എന്താണ്? നാം കൽപ്പിക്കുന്നു എന്നാണ്. ഇത് ഒരു ലാറ്റിൻ പദമാണ്. ഇനി ഇവിടെ എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് ഒരു ചുമതലകൾക്ക്, അതായത് ചുമതലകൾ നിറവേറ്റാൻ വേണ്ടി ആജ്ഞാപിക്കുന്ന ഒരു നിയമാനുസൃതമായ പ്രമാണമാണ്. ഒരാൾ ചുമതലയൊന്നും ചെയ്യാതെ അയാൾ, അല്ലെങ്കിൽ ആളല്ല, ഒരു സ്ഥാപനം അതിന്റെ ചുമതലകൾ നിർവഹിക്കാതെ, ഒരു ഉദാഹരണത്തിന് സർക്കാർ സ്ഥാപനമാകട്ടെ, അപ്പൊ അവിടെ നടത്തേണ്ട അല്ലെങ്കിൽ ജനങ്ങൾക്ക് നൽകേണ്ട സേവനങ്ങൾ നടത്താതിരിക്കുകയാണെങ്കിൽ അപ്പൊ അതിന് നമുക്ക് കോടതിയെ സമീപിക്കാം. അത്തരത്തിൽ കോടതി അതിനെതിരെ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഈ പറയുന്ന മാൻഡമസ്. നാം കൽപ്പിക്കുന്നു എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. അതായത് ചുമതലകൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ആജ്ഞാപിക്കുന്ന നിയമാനുസൃതമായ പ്രമാണത്തെയാണ് മാൻഡമസ് എന്ന റിട്ട് കൊണ്ട് മനസ്സിലാക്കേണ്ടത്. ചുമതലകൾ നിറവേറ്റാൻ ആജ്ഞാപിക്കുന്ന നിയമാനുസൃത പ്രമാണമാണ് മാൻഡമസ് എന്ന റിട്ട് കൊണ്ട് അർത്ഥമാക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത് സ്വകാര്യ വ്യക്തികൾക്കെതിരെ പ്രയോഗിക്കാം, അല്ലെങ്കിൽ അവർക്ക് നേരെ പുറപ്പിക്കുന്ന ഉത്തരവല്ല. പിന്നെ ആർക്കാണ്? സർക്കാരിനോ സർക്കാർ സ്ഥാപനങ്ങൾക്കോ സർക്കാർ ഉദ്യോഗസ്ഥർക്കോ നേരെ പുറപ്പെടുവിക്കാവുന്ന റിട്ടാണ് മാൻഡമസ് എന്ന് പറഞ്ഞ റിട്ട്. മനസ്സിലായോ? അപ്പൊ ഹേബിയസ് കോർപ്പസ് എന്താണെന്ന് മനസ്സിലായി. ഇനി മാൻഡമസ് എന്താണെന്ന് മനസ്സിലായി. അടുത്ത നമ്മൾ മൂന്നാമത്തെ റിട്ടിനെ കുറിച്ച് പഠിക്കാൻ വന്നു. അതാണ് കോ വാറന്റോ. എന്താണ് കോ വാറന്റോ? അപ്പൊ അടുത്ത റിട്ട് ഏതാണ്? കോ വാറന്റോ. എന്താണ്? കോ വാറന്റോ. കോ വാറന്റോ കോ വാറന്റോ. കോ വാറന്റോ എന്ന് പറഞ്ഞാൽ ലാറ്റിൻ പദമാണ്. അതിന്റെ അർത്ഥം എന്ത് അധികാരം. എന്ത് അധികാരം എന്നാണ് കോ വാറന്റോ എന്ന് ലാറ്റിൻ പദത്തിന്റെ അർത്ഥം. അതായത് ഇല്ലാത്ത പദവിയിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥനെതിരെ നൽകുന്ന റിട്ടാണ് ഏത്? കോ വാറന്റോ. അർഹതയില്ലാത്ത പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥന് നേരെ നമ്മളെ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഏത്? കോ വാറന്റോ. അർഹതയില്ലാത്ത പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥന് നേരെ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് കോ വാറന്റോ. മനസ്സിലായി? അപ്പൊ ഈ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ കേസുമായി ബന്ധപ്പെട്ട് കോടതി പുറപ്പെടുവിച്ച റിട്ട് ഏതാണെന്ന് വെച്ചാൽ അത് കോ വാറന്റോ ആണ്. ഇതാണ് കോ വാറന്റോ. അപ്പൊ എന്ത് അധികാരം എന്നാണ് കോ വാറന്റോ വാക്കിനർത്ഥം. അർഹതയില്ലാത്ത പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് നേരെ അല്ലെങ്കിൽ കോടതി ഉത്തരവിടുന്ന റിട്ടാണ് ഏത്? കോടതി ഉത്തരവാണ് കോ വാറന്റോ. അർഹതയില്ലാത്ത പദവിയിലെ ഉദ്യോഗസ്ഥർക്ക് നേരെ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് കോ വാറന്റോ. മനസ്സിലായോ? അടുത്ത പ്രൊഹിബിഷൻ. എന്താണ് പ്രൊഹിബിഷൻ? അപ്പൊ നമ്മൾ ഹേബിയസ് കോർപ്പസ് മനസ്സിലാക്കി, മാൻഡമസ് മനസ്സിലാക്കി, കോ വാറന്റോ മനസ്സിലാക്കി. എന്താണ് ഹേബിയസ് കോർപ്പസ് എന്ന് മനസ്സിലാക്കി. ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് അന്യായമായി തടങ്കലിരിക്കുന്ന ഒരു വ്യക്തിയെ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കാൻ പ്രവർത്തിക്കുന്ന ഉത്തരവിനെയാണ് ഹേബിയസ് കോർപ്പസ് എന്ന് മനസ്സിലാക്കുന്നത്. എന്താണ്? നിങ്ങളുടെ ശരീരം ഏറ്റെടുക്കാം. നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നാണ് ഹേബിയസ് കോർപ്പസ് എന്ന വാക്കിനർത്ഥം. നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം. രണ്ടാമത് നമ്മൾ മാൻഡമസ് ആണ് പറയുന്നത്. ഒരു കാര്യം കൂടെ ഹേബിയസ് കോർപ്പസ് പറഞ്ഞത് വ്യക്തി സ്വാതന്ത്ര്യ സംരക്ഷണം എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണെന്ന് വെച്ചാൽ അത് ഹേബിയസ് കോർപ്പസ്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷണം. അടുത്ത രണ്ടാമത് മാൻഡമസ് ആണ് പറഞ്ഞത്. മാൻഡമസ് നാം കൽപ്പിക്കുന്ന അർത്ഥം. അത് നാം കൽപ്പിക്കുന്നതിന് കോടതി കൽപ്പിക്കുന്ന എന്താണ്? ചുമതലകൾ നിർവഹിക്കാൻ ആജ്ഞാപിക്കുന്ന നിയമാനുസൃതമായ ചുമതലകൾ നിർവഹിക്കുന്നതിന് ആജ്ഞാപിക്കുന്ന നിയമാനുസൃതമായ പ്രമാണത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? മാൻഡമസ് എന്ന റിട്ട് കൊണ്ട് മനസ്സിലാക്കുന്നത്. അടുത്ത നമ്മൾ മനസ്സിലാക്കിയ കോ വാറന്റോ. എന്ത് അധികാരം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അതായത് എന്താണ്? ഉദ്യോഗസ്ഥൻ ആരായിട്ട് എന്താണ് അതിന് യോഗ്യതയില്ലാത്ത പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് നേരെ അല്ലെ, അർഹതയില്ലാത്ത പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് നേരെ പ്രയോഗിക്കുന്ന റിട്ടാണ് കോ വാറന്റോ. എന്താണ്? കോ വാറന്റോ. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് പ്രൊഹിബിഷൻ. എന്താണ്? പ്രൊഹിബിഷൻ. പ്രൊഹിബിഷൻ അല്ലെ. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ വിലക്കുക എന്നാണ് അർത്ഥം. പ്രൊഹിബിഷൻ വിലക്കുക എന്നാണ് അർത്ഥം. അതായത് ഒരു കീഴ്ക്കോടതി അതിന്റെ അധികാര പരിധി ലംഘിക്കുകയോ നീതി നിയമങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുകയോ ചെയ്താൽ, ഒരു കീഴ്ക്കോടതി അതിന്റെ അധികാര പരിധി ലംഘിക്കുകയോ നീതി നിയമങ്ങൾക്കെതിരെ അതായത് കീഴ്ക്കോടതി അതിന്റെ അധികാര പരിധി ലംഘിക്കുകയോ നീതി നിയമങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയോ ചെയ്താൽ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഏത്?
പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞ ഉത്തരവ്. അപ്പൊ ഒരു കീഴ്ക്കോടതിയുമായി ബന്ധപ്പെട്ട ഉത്തരവാണ് ഏത്? ഈ പറയുന്ന പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞ കീഴ്ക്കോടതി അതിന്റെ അധികാരപരിധി ലംഘിക്കുകയോ നീതി നിയമങ്ങൾക്കെതിരെ പ്രതികരിക്കുകയോ ചെയ്യുമ്പോൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് പ്രൊഹിബിഷൻ. അത് വിലക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അടുത്ത അപ്പൊ ഇത് കോടതിയുമായി ബന്ധപ്പെട്ട റിട്ടാണ്. അടുത്ത എന്താണ്? കോടതിക്ക് മേൽ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. അടുത്ത നെക്സ്റ്റ് പറഞ്ഞത് സെർഷ്യോററി. എന്താണ് സെർഷ്യോററി? സെർഷ്യോററി എന്ന് പറഞ്ഞാൽ റിട്ട്. അതും എന്താണ്? അത് ഒരു അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് വിവരം നൽകുക അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തുക എന്നാണ്. സെർഷ്യോററി എന്ന് പറഞ്ഞാൽ വിവരം നൽകുക അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തുക. ഇതെന്താണ്? പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിലക്കുക. എന്നാൽ സെർഷ്യോററി എന്ന് പറഞ്ഞാൽ എന്താണ്? വിവരം നൽകുക അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തുക. ഇവിടെ എന്താണ് അർത്ഥമാക്കുന്നത്? സെർഷ്യോററി എന്ന് പറഞ്ഞുകൊണ്ട് കീഴ്ക്കോടതിയിൽ നിന്നും ഒരു കേസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേസ് മേൽക്കോടതിയിലേക്ക് കൈമാറ്റം ചെയ്യുന്ന ബന്ധപ്പെട്ട് പുറപ്പെടുന്ന ഉത്തരവാണ് സെർഷ്യോററി എന്ന് പറയുന്നത്. കീഴ്ക്കോടതിയിൽ നിന്നൊരു കേസ് മേൽക്കോടതിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവാണ് സെർഷ്യോററി എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് റിട്ടുകൾ പ്രധാനമായും 5 വിധം എന്ന് പറഞ്ഞു. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, കോവാറന്റോ, സെർഷ്യോററി എന്ന് പറഞ്ഞു അല്ലെ. ഇതില് ഈ പറയുന്ന പ്രൊഹിബിഷനും സെർഷ്യോററിയും അതുപോലെ തന്നെ മാൻഡമസും വ്യക്തികൾക്ക് നേരെ പുറപ്പെടുവിക്കാൻ പറ്റുന്ന റിട്ടല്ല. അപ്പൊ വ്യക്തികൾക്ക് എതിരെ പ്രയോഗിക്കാൻ പറ്റാത്ത റിട്ടുകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? മാൻഡമസ്, പ്രൊഹിബിഷൻ അതുപോലെ തന്നെ സെർഷ്യോററി. ഈ 3 റിട്ടുകളാണ് വ്യക്തികൾക്ക് നേരെ പുറപ്പെടുവിക്കാൻ പറ്റാത്തത്. ഇനി നമ്മൾ മനസ്സിലാക്കി, ഇപ്പൊ മൗലികാവകാശങ്ങൾ പഠിച്ചപ്പോഴാണ് നമ്മൾ റിട്ടുകളെ കുറിച്ച് മനസ്സിലാക്കിയത്. പ്രധാനപ്പെട്ട 5 റിട്ടുകൾ മനസ്സിലാക്കി. ഇനി മനസ്സിലാക്കിയ ഒരു കാര്യം കൂടി എന്താണ്? റിട്ടുകൾ വ്യക്തികൾക്ക് നേരെ പ്രയോഗിക്കാൻ പറ്റുന്ന റിട്ടുകൾ അല്ലാത്ത ഏതൊക്കെയാണ്? മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോററി. ഈ 3 റിട്ടുകൾ വ്യക്തികൾക്ക് നേരെ പ്രവർത്തിക്കാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞു ഇന്ത്യൻ പൗരന്മാർക്ക് മൗലികാവകാശങ്ങൾ ഇന്ത്യൻ പൗരന്മാർക്ക് ചില മൗലികാവകാശങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. കുറച്ച് മൗലികാവകാശങ്ങളെ കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. അപ്പൊ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം നൽകുന്ന മൗലികാവകാശങ്ങൾ ഏതൊക്കെ അനുച്ഛേദത്തിൽ പെട്ടതാണെന്ന് ചോദിച്ചാൽ അത് അനുച്ഛേദം ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം അർഹതപ്പെട്ട മൗലികാവകാശം ഏതൊക്കെയാണെന്ന് വെച്ചാൽ അനുച്ഛേദം 15, 16, 19, 29, 30. അപ്പൊ ഈ ഇത്രയും അനുച്ഛേദങ്ങളാണ് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം അർഹതപ്പെട്ട അനുച്ഛേദങ്ങൾ. ഇനി ഇന്ത്യൻ പൗരന്മാർക്കും വിദേശത്ത് നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്നവർക്കുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് അർഹതപ്പെട്ട അല്ലെങ്കിൽ അവർക്ക് ഉള്ള മൗലികാവകാശം ഏതൊക്കെയാന്ന് വെച്ചാൽ ഏതൊക്കെ വരും? 14, 20, 21, 21A, 22, 23, 24, 25, 26, 27, 28. ഇത്രയും അനുച്ഛേദങ്ങളാണ് ഇന്ത്യൻ പൗരന്മാർക്കും അതുപോലെ വിദേശത്ത് നിന്ന് വരുന്നവർക്കും രണ്ടുപേർക്കും എന്താണ് പ്രയോജനപ്പെടുത്താവുന്ന മൗലികാവകാശങ്ങൾ. എന്നാൽ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം പ്രയോജനപ്പെടുത്താവുന്ന മൗലികാവകാശങ്ങളാണ് 15, 16, 19, 29, 30. മൗലികാവകാശങ്ങളെ കുറിച്ചുള്ള കാര്യം. അപ്പൊ മൗലികാവകാശങ്ങളുടെ ടോപ്പിക് ഇതോടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇത്രയുമുള്ള മൗലികാവകാശങ്ങളെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ്, പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാനുണ്ട്. നമുക്ക് അടുത്ത ടോപ്പിക്കും കവർ ചെയ്ത് ക്വസ്റ്റ്യൻസ് ഓരോ ടോപ്പിക് കഴിയുന്ന അനുസരിച്ച് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അടുത്ത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതാണ് മൗലിക കടമകളെ കുറിച്ചാണ്. ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ മൗലിക കടമകളെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ അതിലേക്ക് പോവാം. അപ്പൊ എന്താണ് മൗലിക കടമകൾ? മൗലിക കടമകൾ എന്ന് പറഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞു ഭരണഘടന നമുക്ക് കുറച്ച് മൗലികാവകാശങ്ങൾ പ്രദാനം ചെയ്യുന്നു പറഞ്ഞു. ഇതുപോലെ ഇപ്പൊ രാജ്യത്തിന് നമ്മൾ ഭരണഘടന നമുക്ക് മൗലികാവകാശങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ചില കർത്തവ്യങ്ങളും കാണും അല്ലെ രാജ്യത്തോട്. ഇപ്പൊ രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യതയും നിലനിർത്തി പോകുന്നതിന് രാജ്യത്തിലെ പൗരന്മാർക്ക് ചില കടമകൾ നിറവേറ്റുന്നതായിട്ടുണ്ട്. അപ്പൊ ഈ കടമകളെയാണ് മൗലിക കർത്തവ്യങ്ങൾ അല്ലെങ്കിൽ കടമകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്ത്യയിൽ മൗലിക കടമകൾ ഭരണഘടന ഉണ്ടായ സമയത്ത്, ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു. എന്നാൽ ഭരണഘടനയിൽ മൗലിക കടമകൾ പിന്നീട് ഉൾപ്പെടുത്തിയതാണ്. അത് അങ്ങനെ ഉൾപ്പെടുത്തിയത് ഒരു ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ്? 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മനസ്സിലായോ? ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഇനി മൗലിക കടമകൾ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ശുപാർശ ചെയ്തു. ആ കമ്മിറ്റിയുടെ പേരാണ് സ്വരൺ സിംഗ് കമ്മിറ്റി. എന്നാണ് സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്
സ്വരൺസിംഗ് കമ്മിറ്റിയാണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ശുപാർശ ചെയ്ത കമ്മിറ്റി. ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ വർഷം 1976 ആണെന്ന് പറഞ്ഞു. ഇനി മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42ാം ഭരണഘടനാ ഭേദഗതി 1976 പറഞ്ഞു. ഏത് കമ്മിറ്റി നിർദ്ദേശപ്രകാരം? സ്വരൺസിംഗ് കമ്മിറ്റി നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞു മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. ഇനി ഈ ആശയം മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ്. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? റഷ്യയിൽ നിന്നാണ് മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന എവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു വെച്ചാൽ ഇന്ത്യൻ ഭരണഘടനയെ ഭാഗമായ 4A അനുച്ഛേദം 51A മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ 4A 51A ഭാഗം 4A 51 ആർട്ടിക്കിൾ അനുച്ഛേദം 51A ഭരണഘടനയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയത്. അപ്പൊ ഭരണഘടനയിൽ എവിടെയാണ് ഈ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഭാഗം 4A അനുച്ഛേദം 51A മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞു മൗലിക കടമകൾ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞു. ഇനി ഈ മൗലിക കടമകൾ നിലവിൽ വന്ന സമയത്ത്, അതായത് ഇന്ത്യൻ ഭരണഘടനയിൽ ഇത് ഉൾപ്പെടുത്തിയല്ലോ, ആ ഒരു സമയത്ത് മൗലിക കടമകൾ എത്ര ഉണ്ടായിരുന്നു വെച്ചാൽ 10 മൗലിക കടമകളാണ് അപ്പോൾ ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ഭരണഘടനയിൽ ഭേദഗതി വരുത്തി മൗലിക കടമകളുടെ എണ്ണം 11 മാറ്റി. അങ്ങനെ ഭരണഘടനയിൽ ഭേദഗതി വരുത്തി മൗലിക കടമകൾ 11 മാറ്റിയ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാൽ 86ാം ഭരണഘടനാ ഭേദഗതി 2002. അപ്പൊ 2002 86ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 2002 86ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 11 മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയാണ്. 11ാമത്തെ മൗലിക കടമയും കൂടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. അപ്പം 2002 86ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ത്യൻ മൗലിക കടമകളുടെ എണ്ണം അപ്പൊ എത്രയായി? 11 അപ്പൊ മുൻപേ പ്രാബല്യത്തിൽ വന്നപ്പോൾ ഭരണഘടനയിൽ മൗലിക കടമകൾ നിലവിൽ വന്ന സമയത്ത് 10 മൗലിക കടമകളെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 2002 86ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം മൗലിക കടമകളുടെ എണ്ണം 11 മാറുകയാണ് ചെയ്തത്. അങ്ങനെ 11 കൂട്ടിച്ചേർത്ത മൗലിക കടമ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു 86ാം ഭരണഘടനാ ഭേദഗതി 2002 86ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമാക്കി മാറ്റി, അല്ലെ? വിദ്യാഭ്യാസം ഒരു മൗലിക അവകാശമാക്കി മാറ്റി. അപ്പൊ അതിനോടനുബന്ധിച്ചുള്ളൊരു മൗലിക കടമയാണ് ഇവിടെ നിലവിൽ വന്നത്. അതായത് 6നും 14നും ഇടയ്ക്ക് ഉള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത് രക്ഷകർത്താക്കളുടെ മൗലിക കടമയാണെന്നുള്ളതാണ് ഈ പറയുന്ന ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയപ്പോൾ 6നും 14നും ഇടയിലുള്ള കുട്ടികൾക്ക് സാർവത്രികവും സൗജന്യമായ വിദ്യാഭ്യാസം നൽകേണ്ടതാണെന്നാണ്, അതാണ് ഇവിടെ ഉറപ്പുവരുത്തേണ്ടതായിട്ട് പറഞ്ഞത്. എന്നാൽ ഇവിടെ മൗലിക കടമകൾ എന്താണ് പറയുന്നത്? 6നും 14നും ഇടയിലുള്ള കുട്ടി, 6 മുതൽ 14 വരെയുള്ള 14 വയസ്സുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത് രക്ഷകർത്താക്കളുടെ മൗലിക കടമയാണെന്നാണ് ഈ പറയുന്ന 11ാമത്തെ മൗലിക കടമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയത് എവിടെ നിന്നാണ് ആശയം കടം കൊണ്ടത്? റഷ്യയിൽ നിന്ന് ആശയം കടം കൊണ്ടത്. മൗലിക കടമകൾ ഉൾപ്പെടുത്തിയത് ഒരു ഭേദഗതി പ്രകാരമാണ്. അത് 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ആ ഭരണഘടനാ ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ 86ാം ഭരണഘടനാ ഭേദഗതി 2002 മൗലിക കടമകളുടെ എണ്ണം 11 മാറി. 10 മൗലിക കടമകളാണ് നിലവിൽ ഉണ്ടായിരുന്നത്. 2002 86ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം മൗലിക കടമകളുടെ എണ്ണം എത്രയായി? 11 അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ളത് മൗലിക കടമകൾ, ആ 11 മൗലിക കടമകളും ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോകേണ്ടത് ആവശ്യമുണ്ട്. കാരണം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇന്ന മൗലിക കടമ ഏതിൽ വരുന്നതാണ്, അല്ലെങ്കിൽ ഇത് എത്രാമത്തെ ഈ പറയുന്ന അനുച്ഛേദത്തിൽ ABCD എന്ന വേർഷനാണ് കൊടുത്തിരിക്കുന്നത്, അങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ മൗലിക കടമകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് മനസ്സിലാക്കാം. എളുപ്പമാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് മൗലിക കടമകൾ ഓരോന്നായിട്ട് മനസ്സിലാക്കി പോകും. നമ്മൾ എന്താ പറഞ്ഞത്? അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനം നൽകിയ മഹനീയ ആദർശങ്ങൾ പിന്തുടരുകയും അത് പരിപോഷിക്കുകയും പിന്തുടരുകയും ചെയ്യുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനം നൽകിയ മഹനീയ ആദർശങ്ങളെ പരിപോഷിക്കുകയും പിന്തുടരുകയും ചെയ്യുക. ഇനി സിയിൽ എന്താ പറയുന്നത്? ഇന്ത്യയുടെ പരമാധികാരം, അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ പരമാധികാരം, ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. രാജ്യത്തിന്റെ പരമാധികാരം, ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. ഇനി ഡിയിൽ എന്താ പറയുന്നത്? രാജ്യരക്ഷയുടെ പ്രവർത്തനത്തിനും അതുപോലെ രാഷ്ട്ര സേവനത്തിനും സദാ സന്നദ്ധരായിരിക്കുക.
സജ്ജരായിരിക്കുക അല്ലെങ്കിൽ സന്നദ്ധരായിരിക്കുക. രാജ്യരക്ഷാ പ്രവർത്തനത്തിനും രാഷ്ട്രത്തിന്റെ സേവനത്തിനും സദാ സജ്ജരായിരിക്കുക. ഇനി ഈൽ എന്താ പറയുന്നത്? ഇന്ത്യയിലെ അതായത് ജാതി, മതം, ദേശം എന്നിവയ്ക്ക് അതീതമായി ഇന്ത്യയിലെ രാഷ്ട്രത്തിലെ ജനങ്ങൾക്കിടയിൽ സാഹോദര്യം വളർത്തുക. രാജ്യത്തിലെ ജനങ്ങൾക്കിടയിൽ എന്താണ്? സാഹോദര്യം വളർത്തുക. അതുപോലെ സ്ത്രീകളുടെ അന്തസ്സിനെ ഹനിക്കുന്ന പ്രവർത്തികളിൽ നിന്നും പ്രവർത്തികൾ ചെയ്യാതിരിക്കുക, ഉപേക്ഷിക്കുക. അതാണ് ഈയിൽ പറഞ്ഞത്. ഇനി എഫിൽ എന്താ പറയുന്നത്? ഇന്ത്യയുടെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ സംരക്ഷിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക. ഇനി അടുത്തത്. അപ്പൊ ഇത്രയാണ് ആദ്യത്തെ 1, 2, 3, 4, 5, 6 മൗലിക കടമകൾ. എന്തൊക്കെയാണ്? ഒന്ന്, ആദ്യത്തെ പറയുന്ന ഭരണഘടനയെ അനുസരിക്കുകയും അതിന്റെ ആദർശങ്ങളെയും അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെയും ദേശീയ പതാകയും ഗാനത്തെയും ആദരിക്കുക. രണ്ടാമത് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനം നൽകിയ മഹനീയ ആദർശങ്ങളെ പരിപോഷിപ്പിക്കുകയും പിന്തുടരുകയും ചെയ്യുക. ഇനി മൂന്നാമത് പറയുന്നത് ഇന്ത്യയുടെ പരമാധികാരം, രാഷ്ട്രത്തിന്റെ പരമാധികാരം, ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. ഇനി ഡിയിൽ പറയുന്നത് എന്താണ്? രാജ്യരക്ഷാ പ്രവർത്തനത്തിനും രാഷ്ട്ര സേവനത്തിനും സദാ സജ്ജരായിരിക്കുക അല്ലെങ്കിൽ സന്നദ്ധരായിരിക്കുക. ഇനി ഈയിൽ പറയുന്നതാണ് ജാതി, മത, ദേശം എന്നിവയ്ക്ക് അതീതമായി രാഷ്ട്രത്തിലെ പൗരന്മാർക്കിടയിൽ സാഹോദര്യം വളർത്തുക. ഇനി സ്ത്രീകളുടെ അന്തസ്സിനെ ഹനിക്കുന്ന പ്രവർത്തികൾ ഉപേക്ഷിക്കുക. അടുത്ത എഫിൽ പറയുന്നതാണ് രാജ്യത്തിന്റെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തെ നിലനിർത്തുകയും അതുപോലെ തന്നെ അതിനെ ബഹുമാനിക്കുകയും ചെയ്യുക. അപ്പൊ ഇനി അടുത്ത മൗലിക കടമകൾ ജി ഏതാണ്? വനം, വന്യജീവി, തടാകം, നദികൾ ഉൾപ്പെടുന്ന പാരിസ്ഥിതികമായ എല്ലാ കാര്യങ്ങളെയും സംരക്ഷിക്കുകയും അതിനെ മെച്ചപ്പെടുത്തുകയും ചെയ്യുക. വനം, വന്യജീവി, തടാകം, നദികൾ ബന്ധപ്പെട്ട എല്ലാ പാരിസ്ഥിതികമായ എല്ലാ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുതകളെയും സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക. ഇനി വന്യജീവികളോട് അനുകമ്പ കാട്ടുക, അല്ലെങ്കിൽ അവരെ കൂടെ നമ്മളോട് ജീവിക്കാൻ അനുവദിക്കുക. അടുത്തത് ശാസ്ത്രബോധമുള്ളവരാക്കുക. എച്ചിലെന്താ? ശാസ്ത്രബോധമുള്ളവരാകുക. അടുത്തത് ഐയിൽ പറയുന്നത് എന്താണ്? ആക്രമണം തടയുക. അതുപോലെ തന്നെ ആക്രമണം തടയുക അല്ലെങ്കിൽ പൊതുമുതൽ നശിപ്പിക്കാതിരിക്കുക, ആക്രമണം തടയുക. ഇനി ജയിൽ പറയുന്ന എല്ലാ മേഖലകളിലും മികവ് കാട്ടി രാഷ്ട്രത്തിന്റെ വികസനത്തിന് പാത്രമായി തീരുക. അപ്പൊ എല്ലാ മേഖലകളിലും മികവ് കാട്ടി രാഷ്ട്ര വികസനത്തെ പ്രോത്സാഹിപ്പിക്കുക. ഇനി കെയിൽ പറയുന്നത് കെ ആണ് അവസാനം ഉൾപ്പെടുത്തിയ മൗലിക കടമ. 11ാമത്തെ മൗലിക കടമ ഏതാണ്? കെ ആണ്. അതേതാണ്? 6 മുതൽ 14 വയസ്സിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് രക്ഷകർത്താക്കളുടെ മൗലിക കടമയാണ്. അതാണ് കെയിൽ പറയുന്നത്. അപ്പൊ മൗലിക കടമകൾ 11 മൗലിക കടമകളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത്. അതില് ജിയിൽ പറയുന്നത് വനം, വന്യജീവി, തടാകം, അതായത് പാരിസ്ഥിതികമായ എല്ലാ വസ്തുതകളെയും സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യേണ്ടത് ഒരു പൗരന്റെ കടമയാണ്. അടുത്തത് എന്താണ്? ശാസ്ത്രബോധമുള്ളവരായി തീരണം. ഒരു പൗരൻ ശാസ്ത്രബോധമുള്ളവരായി തീരുക. അതുപോലെ തന്നെ ആക്രമണം തടയുക, പൊതുമുതൽ നശിപ്പിക്കാതിരിക്കുക, അതും ഒരു പൗരന്റെ മൗലിക കടമയിൽപ്പെട്ടതാണ്. അടുത്തത് എല്ലാ മേഖലകളിലും മികവ് കാട്ടി രാഷ്ട്ര വികസനത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് പൗരന്റെ കടമയിൽപ്പെട്ടതാണ്. ഇനി 6 മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് രക്ഷകർത്താക്കളുടെ മൗലിക കടമയാണ്. ഇത്രയുമാണ് മൗലിക കടമകൾ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ 11 മൗലിക കടമകളാണ് ഉള്ളത്. അപ്പൊ മൗലിക കടമകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. അപ്പം എന്താണ് മൗലിക കടമകൾ? ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗമായ 4A അനുച്ഛേദം 51A ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ആശയം ഉൾക്കൊണ്ടിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ്. ഈ ആശയം ഉൾക്കൊണ്ടിരിക്കുന്നത് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന നിലവിൽ സമയത്ത് അതിലുണ്ടായിരുന്നില്ല, എന്നാൽ പിന്നീട് ഭേദഗതിയോടെ കൂട്ടിച്ചേർത്തതാണ്. അപ്പൊ 1976 40ാം ഭരണഘടന ഭേദഗതി പ്രകാരമാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൗലിക കടമകൾ നമ്മൾ മൗലിക അവകാശങ്ങളാണെങ്കിൽ അതിന്റെ സംരക്ഷണം നമുക്ക് കോടതിയെ സമീപിക്കാം. എന്നാൽ മൗലിക കടമകൾക്ക് നമ്മൾക്ക് മൗലിക കടമകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് കോടതിയെ സമീപിക്കാൻ സാധിക്കില്ല. അപ്പം മൗലിക അവകാശങ്ങൾ പോലെ നമുക്ക് കോടതിയെ സമീപിക്കാൻ, കോടതിയിലൂടെ മൗലിക കടമകൾ സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുക. മൗലിക അവകാശങ്ങളെ പോലെ കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുന്ന ഒന്നല്ല മൗലിക കടമകൾ. ഇനി മൗലിക കടമകൾ ഈ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ സമയത്തെ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ അത് ഇന്ദിരാഗാന്ധിയാണ്. ഇനി അപ്പോഴത്തെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ഫക്രുദ്ദീൻ അലി മുഹമ്മദ് ആണ്. അതാണ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി മുഹമ്മദും ആണ്. ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ സമയത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഇനി പ്രസിഡന്റ് ആയിരുന്നു ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു പ്രസിഡന്റ്.
ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയ സമയത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദുമായിരുന്നു. ഇനി നമ്മൾ മൗലിക കടമകളെ കുറിച്ചാണ് മനസ്സിലാക്കിയത്. അപ്പൊ ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി പോവാം. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം മൗലിക അവകാശങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നു. മൗലിക അവകാശങ്ങളെ ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ സംബന്ധിച്ച പ്രമേയം പാസാക്കപ്പെട്ടത് ഏത് INC സമ്മേളനത്തിലാണ്? സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ സംബന്ധിച്ച പ്രമേയം പാസാക്കിയപ്പെട്ടത് ഏത് INC സമ്മേളനത്തിലാണ്? അപ്പൊ മൗലികാവകാശങ്ങളെ സംബന്ധിച്ച പ്രമേയം പാസാക്കപ്പെട്ടത് ഏത് INC സമ്മേളനത്തിലാണ്? കറാച്ചി സമ്മേളനം. 1931 കറാച്ചി സമ്മേളനത്തിലാണ് മൗലികാവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം പാസാക്കപ്പെട്ടത്. ഇനി മൗലികാവകാശങ്ങൾ ഉൾപ്പെട്ട പ്രമേയം പാസാക്കപ്പെട്ട INC സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മൗലികാവകാശങ്ങളുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി 1928 നെഹ്റു കമ്മിറ്റിയുടെ സെക്രട്ടറി ആരായിരുന്നു? അധ്യക്ഷൻ ആരായിരുന്നു? മോത്തിലാൽ നെഹ്റു. സെക്രട്ടറി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇന്ത്യൻ ഭരണഘടനയെ ഭാഗം 3 മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ ഭരണഘടനയെ ഭാഗം 3 മൗലികാവകാശവുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ ഏതൊക്കെയാണ്? അനുച്ഛേദം 12 മുതൽ അനുച്ഛേദം 35 വരെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഭാഗം 3 ഉൾപ്പെട്ടിരിക്കുന്ന അനുച്ഛേദങ്ങൾ. മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന എവിടെയാണ്? ഭാഗം 3 വകുപ്പ് 12 മുതൽ 35 വരെ. ഈ മൗലികാവകാശങ്ങളുടെ ആശയം നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ മൗലിക കടവുമായി ബന്ധപ്പെട്ട എല്ലാ ഫാക്ട്സും നമ്മൾ ഡീൽ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പം ഇപ്പോഴത്തെ പരീക്ഷകളിൽ നമ്മൾ അവിടുന്ന് ഇവിടുന്ന് പഠിച്ചാൽ പോരാ, ഒരു കാര്യം കറക്റ്റ് ആയിട്ട് മൊത്തത്തിൽ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ LGS ആവട്ടെ, LDC ആവട്ടെ, ഡിഗ്രി എക്സാം ആവട്ടെ, ഏതും ആകട്ടെ, നമ്മൾ LGS ലെവൽ എന്ന് പറഞ്ഞ് പഠിക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഓരോ കണ്ടന്റും അതിന്റെ മാക്സിമം ബേസിക് മുതൽ അതിന്റെ അറിയേണ്ട എല്ലാ ഭാഗങ്ങളും മനസ്സിലാക്കി വേണം പഠിക്കേണ്ടത്. അപ്പം ഇന്നത്തെ ടോപ്പിക് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക് ആയിട്ട് വരുന്നതായിരിക്കും. ഈ വീഡിയോസ് എല്ലാം ഫോളോ ചെയ്ത് കഴിഞ്ഞും 7 ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒരു റിവിഷൻ പോലെ ഒരു ടെസ്റ്റ് സീരീസ് കണ്ടക്ട് ചെയ്യുന്നതാണ്. അപ്പം അത് ടെലിഗ്രാം ചാനലായിരിക്കും അതിന്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഈ ക്ലാസ് വാച്ച് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്റെ ക്ലാസ് കണ്ടിന്യൂ ആയിട്ട് ഫോളോ ചെയ്യുക. Till then, bye from me. Thank you.